താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് നീട്ടിയൊരു കുരിശും വരച്ച് സേവി തിരിഞ്ഞടന്നു. സേവിച്ചാ ഓരോ ചായ കുടിച്ചിട്ട് പോവാം, അബ്ദുക്ക വിളിച്ചു പറഞ്ഞു. ഓ ഇപ്പൊ നേരല്ലേക്ക, വൈകിട്ട് വരാം, ഓഫീസിൽ വന്നിട്ട് കുറച്ചധികം ജോലി തിരക്കുണ്ടേ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ജീപ്പിലേക്ക് കയറിയിരുന്നവൻ അപ്പനും കയറിയപ്പോൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. പൊടി പറത്തിക്കൊണ്ട് ആ കവലയിലൂടെ പാഞ്ഞുപോയി സേവിയുടെ പടക്കുതിര. കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തിയിരുന്ന ഇഷാനി അവളൊന്ന് വരില്ലെന്നാണ് കരുതിയിരുന്നത് സേവി. മോനെ, മൂർത്തി വന്നിട്ട് പ്ലാന്റേഷനിലൊന്ന് പോകണം എനിക്ക്. നീ ആ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്ക്. എക്സ്പോർട്ട് ചെയ്ത ബില്ല് കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട്. ബാങ്കിലേക്കൊന്ന് പോവേണ്ടി വരും. കുറച്ച് ചെക്ക് ബൗൺസ് ആയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കണം. പറഞ്ഞുകൊണ്ട് മുതലാളിയുടെ ക്യാബിനിലേക്ക് പോയി. സേവി തന്റെ ക്യാബിനിലേക്കും. മൂർത്തി വന്നപ്പോൾ ഇഷാനിയെ വിളിപ്പിച്ചു. മേരിയമ്മ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അയാൾക്ക്. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു മോളെ. ആകെ പെട്ട അവസ്ഥയിലായി പോയിട്ടുണ്ടാവുമൻ. എന്തായാലും മോളി ഫയലും കൊണ്ടൊന്ന് ചെല്ല്. അവന്റെ തീരുമാനം എന്താണെന്ന് നോക്കാലോ. മൂർത്തി ഫയൽ ഇഷാനിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓഫീസ് മുറിയുടെ വാതിൽ മൃദുവായി തട്ടി അനുവാദം ചോദിച്ച് അവൾ അകത്തേക്ക് കയറി. നീ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നല്ലോ. പോയിക്കോ, ഞാൻ വിളിപ്പിക്കുമ്പോൾ മാത്രം വന്നാൽ മതി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അവളെ കണ്ടപ്പോൾ അസ്വസ്ഥനായി കൊണ്ട് പറഞ്ഞവൻ. 2 മിനിറ്റ് സമയമുണ്ടോ? ഇഷാനി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. സേവി മുന്നിലിരിക്കുന്ന ഫയലിൽ നിന്ന് തലയുർത്താ പറഞ്ഞു. ഓഫീസുകാരെനിക്ക് പറ. ഇഷാനി ചിരിച്ചു. ഓഫീസുകാരിലേക്ക് കേൾക്കില്ലേ? സേവി അസ്വസ്ഥനായി കസേരയിലൊന്ന് അനങ്ങിയിരുന്നു. ഇഷാനി, ഇതൊരു ഓഫീസാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടമല്ല. അവളെ നോക്കാതെ പറഞ്ഞവൻ. അവൾ മെല്ലെ മേശയോട് ചേർന്ന് നിന്നു. എനിക്ക് പറഞ്ഞേ മതിയാവും, എൻ്റെ വിവാഹം മുടങ്ങി, എല്ലാവരും എന്നെക്കുറിച്ച് വേദനിച്ചു. പക്ഷേ എനിക്ക് വേദന തോന്നിയില്ല. എന്താണെന്നറിയോ? അവളെന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. കാരണം രാകേഷ് ഒരിക്കലും നല്ല മനുഷ്യനായിരുന്നില്ല. അത് അയാളുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. വിവാഹം മുടങ്ങിയത് നന്നായി. പിന്നെ ആ ഫോട്ടോയോ അസത്യമായിരുന്നില്ലല്ലോ. തികച്ചും യാദൃശ്ചികമായിട്ടാണെങ്കിലും നമുക്കിടയിൽ സംഭവിച്ചു തന്നെയായിരുന്നു. ഇഷാനിയെ നിർത്തി. മുറിയിൽ നിശബ്ദ തളം കിട്ടി. നീ പറഞ്ഞത് ശരിയാ, യാദൃശ്ചികമായി സംഭവിച്ചാണെങ്കിലും മനസ്സുകൊണ്ട് നമുക്കിടയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് മാത്രമാണ് നീ ഇന്നലെ പറഞ്ഞതിനൊന്നും എനിക്കിപ്പോൾ വ്യക്തമായൊരു മറുപടിയില്ല. സേവി ഒരു തരത്തിൽ പറഞ്ഞൊപ്പിച്ചു. നീ നല്ല ആളാണ് ഇഷാനി, അതുകൊണ്ടാ ഞാൻ നിന്നെ അറ്റാൻ ശ്രമിക്കുന്നത്. നിനക്ക് ഞാൻ യോജിച്ചവനല്ല. നിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞാണെന്ന് എല്ലാവരും വിചാരിച്ചോളൂ. തിരക്കിയിട്ടൊന്നും ചെയ്യണ്ട, നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വരും. സേവി പ്രതീക്ഷയോടെ അവൾ നോക്കി പറഞ്ഞു. ഇനി ആരും എന്നെ മനസ്സിലാക്കി വരണ്ട. എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞുപോയ ആ ഫോട്ടോ മായ്ച്ചളെ എളുപ്പമല്ല. എൻ്റെ മനസ്സിലും പതിഞ്ഞുപോയ ആ രംഗങ്ങൾ. സേവിച്ചിൽ നിന്നൊരു മടങ്ങിപ്പോക്ക് ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉറച്ച വാക്കുകളോടെ പറഞ്ഞവൾ. സേവി നിശബ്ദമായി ശ്വാസം വിട്ടു. ഭയപ്പെടേണ്ട, ഞാനിനി ബുദ്ധിമുട്ടിക്കില്ല. എന്നാൽ എൻ്റെ മനസ്സിലുള്ള പറഞ്ഞത് മാത്രം. മനസ്സിനൊരു ചെറിയ സ്വാതന്ത്ര്യം കൊടുക്കാമല്ലോ. ഈ ഫയൽ മൂർച്ചാറ് തന്ന് നോക്കാൻ പറഞ്ഞു. ഫയൽ മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ തിരിഞ്ഞു വാതിലിലേക്ക് നടന്നു. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി ഒരിക്കലും ആ മനസ്സ് മാറിയില്ലെങ്കിലും എനിക്ക് വേദനയില്ല. ഈ ലോകത്ത് എത്രയോ പേര് തനിച്ച് താമസിക്കുന്നു. അതിലൊരാളായി മാറും ഇഷാനി ചന്ദ്രശേഖറും. സേവിച്ചനല്ല മറ്റൊരാൾ ഇനി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. അതെത്ര സേവിച്ചൻ കണ്ടില്ലെന്ന് അടിച്ചാലും. AC മുറിയായിട്ടും സേവിച്ചൻ വിയർപ്പിൽ കുളിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. തന്നെ ഇഷ്ടമാണെന്ന് ഒരാൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇഷാനി തൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്തോ ഒരു മൃദുവികാരം തന്നെ വന്ന് പൊതിയുന്നറിഞ്ഞു സേവിച്ചൻ. അവളുടെ കണ്ണുകളിലെ പ്രണയം നേരിടാൻ തനിക്ക് കഴിയാത്ത പോലെ. തനിക്കെന്താണ് സംഭവിക്കുന്നത് സ്വയം ചോദിച്ചു പോയവൻ. കുറെ നേരം ആലോചനയിൽ ഇരുന്നവൻ. മൂർത്തി സാർ അകത്തേക്ക് വന്നപ്പോഴാണ് അവൻ ചിന്തകൾ വിട്ടുണർന്നത്. ബാങ്കിൽ പോകേണ്ട കാര്യം പറഞ്ഞിരുന്നു, മറന്നോ? അവനൊന്ന് ചുഴിഞ്ഞു പോയിക്കൊണ്ട് ചോദിച്ചു മൂർത്തി സാറ്. മറന്നിട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് അങ്ങനെ പോകും കേട്ടോ, അപ്പനോടൊന്ന് പറഞ്ഞേക്ക്. ഇഷാനിയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോടാണ് അവനെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായി മൂർത്തിയെങ്കിൽ. നീ എത്ര കാലം അവളിൽ നിന്ന് മുഖം തിരിച്ചടക്കുന്ന എനിക്കൊന്ന് അറിയണം, മനസ്സിൽ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു അങ്കിൾ. സേവി ക്യാബിൽ നിന്നിറങ്ങുന്ന ലിൻസി ചേച്ചിയുടെ ടേബിളിനരികിൽ നിന്ന് അക്കൗണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യായിരുന്ന ഇഷാനി കണ്ടു. തന്റെ നേർക്ക് ഒരു പാളി നോട്ടം നോക്കിയതും അതിലും മേത്തിൽ ദൃഷ്ടി മാറ്റിയതുകൊണ്ട് അവൾക്ക് ചിരി വന്നു. അന്നത്തെ ദിവസവും അതിനടുത്ത ദിവസം സേവി ഓഫീസിൽ വന്നില്ല. അപ്പനും മോനും കൂടി ആഘോഷിക്കാൻ നടക്കുകയായിരുന്നു. അപ്പനും മോനും ഒന്നിച്ചു കുടിച്ച് ഒന്നിച്ചു ഉറങ്ങി. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോ ദിവസവും തിരികെ പിടിക്കുന്ന തിരക്കിലായിരുന്നു അവർ. മേരിയമ്മ എന്നും ഫോൺ വിളിക്കും. അപ്പനും മകനും ഒന്നായതും തങ്കച്ചി വീട് വിട്ടിറങ്ങിയതെല്ലാം അറിഞ്ഞതു മുതൽ അവരും ഹാപ്പി ആയിരുന്നു. മുംബൈ പോകുന്ന കാര്യം വിളിക്കുമ്പോഴെല്ലാം ഇഷാനിയെ ഓർമ്മിപ്പിക്കും മേരിയമ്മ. ആദ്യം ഭയം തോന്നിയെങ്കിലും സേവിച്ചന്റെ കൂടെ യാത്ര അവളും ആഗ്രഹിച്ചിരുന്നു. ആ യാത്രക്ക് സേവിയെ മാറ്റാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉള്ളിലുള്ളതുപോലെ. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇഷാനി ഓഫീസിലെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വലിയൊരു തലവേദന ഒഴിവായി മുതലാളിക്ക് മൂർത്തി സാറിനും. അധികം സംസാരിക്കാത്ത കറിയാച്ച മുതലാളിയെയും ദിവസങ്ങൾ കൊണ്ട് കയ്യിലെടുത്തു ഇഷാനി.
കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമല്ല അവൾ ഇപ്പോൾ. മോനെ, മുംബൈ മീറ്റിംഗ് ചാർട്ട് ചെയ്തു, മറ്റന്നാ പോകണം. ഇഷാനി ഫുൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. പുലർച്ചയ്ക്ക് അവിടെ എത്തിയൊന്ന് ഫ്രഷായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അവർ തന്നെയാ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ലക്ഷറി ഹോട്ടലാ. അന്ന് രാത്രി അവിടെ സ്റ്റേ. പിറ്റേ ദിവസം ആഫ്റ്റർനൂണ് ഫ്ലൈറ്റ് റിട്ടേൺ. പുതിയ ക്ലൈൻ്റെ 2 എണ്ണം. ദുബായിൽ കുറെ ബ്രാഞ്ച് ഉണ്ട് അവർക്ക്. കിട്ടിയ കമ്പനിക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാവും. അങ്കിളെന്താ അങ്ങനെ പറയുന്നത്? ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. ഇതുവരെ നമ്മുടെ പ്രസന്റേഷൻ ഫ്ലോപ്പ് ആയിട്ടില്ലല്ലോ. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ അങ്കിളല്ലേ അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്കൊരു പേടിയില്ല. ഇനി ഫ്ലോപ്പ് ആയാലും കർത്താവ് ഇന്ന് വരെ നാളെ മുട്ടിച്ചില്ലല്ലോ. ഒരു വഴി അടഞ്ഞ 9 വഴി തുറക്കുന്ന പ്രമാണം. ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ. അതൊക്കെ നേരാ. ഓരോ ദിവസം ചെല്ലും തോറും പ്രായം കൂടി വരെ എനിക്ക്. പലതും ഇപ്പം മറന്നു പോകുന്നു. അതൊക്കെ ആരോട് പറയാൻ? ഇതാ പറയുന്നത്, നല്ല പ്രായത്തിൽ പെണ്ണിട്ടണമെന്ന്. അല്ലെങ്കിൽ ഇതേ കണ്ടില്ല സെന്റി അടിക്കുന്നത്. സേവി കളിയായി ചിരിച്ചു. വല്ലാണ്ട് ചിരിക്കണ്ട, നിനക്കും ഈ പറഞ്ഞ ബാധകം തന്നെയാ. ഞാൻ ഇഷാനിയെ വിളിക്കാം. അവളുടെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കി. അതൊന്നും വേണ്ട, റിപ്പോർട്ട് ഉണ്ടോന്നായി, ഞാൻ നോക്കാം. സേവി പെട്ടെന്ന് പറഞ്ഞു. അത് പറ്റില്ല, നോക്കട്ടെ അവളുടെ പെർഫോമൻസ്. ഞാനേ നിന്റെ അപ്പനെ വിളിച്ചിട്ട് വരാം. സേവി എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞതിന് മുമ്പ് മോത്തി സാറ് പുറത്തേക്ക് പോയി. സേവിക്കൊന്നും പറയാൻ പറ്റിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഇഷാനി റൂമിലേക്ക് വന്നു. സർ, റിപ്പോർട്ട് ഓക്കെയാണ്. മൂർത്തി സാറ് പറഞ്ഞ് പ്രസന്റ് ചെയ്യണമെന്ന്. ആദ്യം റിപ്പോർട്ട് സാറ് നോക്കൂ. തന്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് ടേബിൾ വെച്ച് അവൾ ഓപ്പൺ ചെയ്തു. തന്റെ തൊട്ടരികിൽ നിൽക്കുന്ന അവൾ അസ്വസ്ഥത നിറച്ചു അവനിൽ. അവൾ പറയുന്നൊന്നും അവന് മനസ്സിലായില്ല. ഇഷാനി, ആദ്യമായിട്ട് തനിക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ? പുതിയ ക്ലൈന്റാ മുന്നിലിരിക്കുന്നത്. അപ്പൊ തുടങ്ങാം, കറിയാച്ച മുതലാളി പറഞ്ഞു. ഇഷാനി പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങി. ക്ലൈന്റ് വെൽക്കം മുതൽ തങ്ങളുടെ കമ്പനിയുടെ ഉൽപ്പത്തി തൊട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ആരും കേട്ടിരുന്നു പോകുന്ന തരത്തിൽ ഓരോ പ്രൊഡക്റ്റ് വിശദമായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഫുൾ ഇംഗ്ലീഷിൽ. സേവി അടക്കം എല്ലാവരും കണ്ണും തള്ളി ഇരിപ്പായി. ആദ്യം കൈയടിച്ചത് അപ്പച്ചനായിരുന്നു. സേവി, നിന്റെ മുറി ഇംഗ്ലീഷ് അല്ല കൊച്ചു പറയുന്ന കേട്ടോ, കണ്ടു പഠിക്ക്. അപ്പം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷാനിയുടെ കഴിവിൽ അഭിമാനം തോന്നി അവന്. എന്റെ മുറി ഇംഗ്ലീഷ് ആണെങ്കിലും ഇതുവരെ ഈ സ്ഥാപനം നിർത്തിക്കൊണ്ടുപോയില്ലേ. അപ്പൻ അങ്ങനെ പറയരുത്. ആദ്യമായിട്ട് എക്സ്പോർട്ടിങ് തുടങ്ങിയതേ എന്റെ മുറി ഇംഗ്ലീഷ് കൊണ്ട് തന്നെയാ. ജയിക്കാൻ വേണ്ടി അത്രയെങ്കിലും പറയണമെന്ന് തോന്നി അവന്. ഒവ്വ, എന്നാലും കൊച്ചിന്റെ പ്രസന്റേഷൻ അതൊന്നും വേറെ ലെവൽ തന്നെയാ. സമ്മതിക്കാതെ വയ്യ. ഹോ, അവന് ചുണ്ടി പിടിപ്പിക്കാനായി പറഞ്ഞ കറിയാച്ച മുതലാളി. ഇഷാനി, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രസന്റ് ചെയ്താൽ മതിയാവും. ആൾ നോക്കി കണ്ണടിച്ചുകൊണ്ട് മൂർത്തി സാറ് പറഞ്ഞു. മൂർത്തി സാറും മേരിയമ്മയും ഇഷാനി അറിഞ്ഞുകൊണ്ടുള്ള നാടകം അരങ്ങേറുകയായിരുന്നു അണിയറയിൽ. പിറ്റേ ദിവസം സേവി ഉറക്കത്തിൽ നിന്നൊന്ന് സാറിന് നെഞ്ചുവേദനയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന വാർത്ത കേട്ടുകൊണ്ടാണ് അങ്കിളിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയവൻ. അങ്കിൾ, എന്തുണ്ടായത്? അങ്കിളുടെ അരികിൽ നിന്ന് ആദ്യോടെ ചോദിച്ചവൻ. എന്താന്നറിയില്ല, ഇന്നലെ രാത്രി മുതൽ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. പുലരാങ്കാലത്ത് ഇങ്ങോട്ട് വരേണ്ടി വന്നു. ECGയിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നാ പറഞ്ഞ്. ഒരു 24 hours ഒബ്സർവേഷൻ ഇരിക്കണമെന്ന്. എനിക്കതല്ല ഇപ്പൊ ടെൻഷൻ. നാളെയല്ലേ മീറ്റിംഗ്. അപ്പോഴാണ് അതേപറ്റി അവനും ആലോചിച്ച്. അങ്കിളില്ലാതെ എങ്ങനെയാ നമുക്കിത് ക്യാൻസൽ ചെയ്യാം? അങ്കിൾ ഓക്കെ ആയിട്ട് പോവാം. നീ എന്തും മണ്ടത്തരായി പറയുന്ന മോനെ. നമ്മുടെ ക്ലയൻസ് ഇന്ന് തന്നെ എത്തും അവിടെ. അവർക്ക് എത്ര പൈസ ചെലവരുന്നറിയോ? എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്താ അതോടെ നമ്മുടെ കമ്പനിയായിട്ടുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെടും. അത് പാടില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ ടിക്കറ്റ് ചേഞ്ച് ചെയ്യണം. ഇഷാനിയെ കൊണ്ടുപോകണം. അവള് നന്നായി പ്രസന്റ് ചെയ്യും. മൂർത്തി സാർ പറയുന്ന കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സേവി. അങ്ങനെയൊന്നും സെറ്റാവില്ല. അവളും ഞാനും. നീ ഒന്നും പറയണ്ട, പറയുന്ന അനുസരിച്ചാൽ മതി. എനിക്കൊരാൾക്ക് വേണ്ടി കമ്പനിക്ക് നഷ്ടം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്യാം. സമയമാകുമ്പോൾ നീ അവളെ പിക്ക് ചെയ്യാൻ പോയാൽ മതി. സേവിക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചവൻ. ആ റൂമിൽ നിന്ന് പോയപ്പോൾ മൂർത്തി മേരിയമ്മയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. മൂർത്തി തന്നെയാണ് ഇഷാനിയുടെ അമ്മയോട് വിവരങ്ങൾ പറഞ്ഞ്. ഇഷാനി ഇതിനോടകം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു സേവിച്ചന്റെ ഒപ്പം പോവാൻ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ട്രാവൽ ബാഗിൽ എടുത്തു വെച്ചവൾ. സമയം പോയിക്കൊണ്ടിരുന്നു. സേവിയും ജോസൂട്ടിയും കൂടിയാണ് ഇഷാനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. അമ്മയോടും ശ്രീകുട്ടിയോടും യാത്ര പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി. മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് ഇഷാനിക്ക് ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ പോലെയായിരുന്നു. എയർപോർട്ടിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയം, കൗതുകം, സന്തോഷം എല്ലാം കലർന്നിരുന്നു. ബോർഡിംഗ് അനൗൺസ്മെന്റ് കേട്ടപ്പോൾ അവളൊന്ന് സേവിച്ചിനെ നോക്കി. എനിക്ക് പേടിയുണ്ട്, ആദ്യമായിട്ടാ ഞാൻ. സേവി ചെറുതായി പുഞ്ചിരിച്ചു. പേടിക്കാനൊന്നുമില്ല, ഉയരുമ്പോൾ ചെറിയൊരു പേടിയുണ്ടാവും, അത് കഴിഞ്ഞ് ഓക്കെ ആവും. ഫ്ലൈറ്റ് ഉയരുമ്പോൾ ജനാലക്കിൽ നിന്ന് ഇഷാനി താഴേക്ക് നോക്കി. മേഘങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന നഗരത്തെ കാണുമ്പോൾ കുട്ടിയെപ്പോലെ ആഹ്ലാദിച്ചു. സേവി അവിടെ ആ കുഞ്ഞിത്തരം കാണുമ്പോൾ മനസ്സിലൊരു മൃദുത്വം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ശാന്തമായിരുന്നു. ഇടയ്ക്കിടെ അവൾ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾക്കും പേടിച്ച് കൈപ്പിടിക്കുന്ന നിമിഷങ്ങൾക്കും അവൻ സ്വാഭാവികമായി ഒപ്പം നിന്നു. മുംബൈയിൽ എത്തുമ്പോഴേക്കും അവരുടെ കമ്പനി മീറ്റിംഗ് ക്യാൻസലായി എന്ന വിവരം ലഭിച്ചു. അടുത്ത ദിവസം മീറ്റിംഗ് എന്നറിഞ്ഞപ്പോൾ ഇരുവരും ഒന്ന് ആശ്വാസത്തോടെ ഹോട്ടലിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരു റൂം മാത്രമേ ബുക്ക് ചെയ്തിരുന്നുള്ളൂ.
ചെറിയൊരു അസ്വസ്ഥത ഇരുവരിലും ഉണ്ടായി. പക്ഷെ സാഹചര്യത്തെ സമ്മതിക്കാതെ വഴിയില്ലായിരുന്നു. സേവി ആകെ അസ്വസ്ഥനായിരുന്നു. ഒരേ മുറിയിൽ താനും ഇഷാനിയും. അത് ശരിയാവില്ല. എന്നാലും ഈ ഹോട്ടൽ വേറെ റൂമില്ലെന്ന് പറഞ്ഞ ഇഷാനി തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കേറ്റ് ചെയ്യാം, വേറെ എവിടെയെങ്കിലും നോക്കാം. റിസപ്ഷനിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ഇഷാനിയുടെ അടുത്ത് പോയി പറഞ്ഞവൻ. സർ, നമുക്കിവിടെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്ലൈൻ്റാണ്. മൂർത്തി സാറിനും സാറിനും എന്ന നിലയിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ. നമ്മുടെ സാഹചര്യം നമ്മളിന്നിവിടെ എത്തിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞുകൊണ്ട് അവൾ ബാഗ് എടുക്കാൻ തുടങ്ങിയപ്പോൾ റൂം പോയി അതെടുത്തു. മേഡം, ഞാൻ എടുത്തോളാം. അവൻ മലയാളിയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. സാറിൻ്റെ ബാഗ്? സേവിക്ക് നേരെ കൈ നീട്ടിയവൻ. ഇത് ഞാൻ പിടിക്കാം. സേവ് തൻ്റെ ബാഗ് കൊടുക്കുക പറഞ്ഞു. വരൂ സർ, റൂമിലേക്ക് പോവാം. അവർ നോക്കി പറഞ്ഞവൾ റൂം ബോയ്ക്ക് പിന്നാലെ നടന്നു കഴിഞ്ഞു. അവളെ അനുസരിക്കാതെ വഴിയിലെന്നായി അവന്. ലിഫ്റ്റിൽ കയറി നീണ്ട വരാന്തയിൽ കൂടി അറ്റത്തുള്ള റൂമിലേക്ക് നടക്കുമ്പോൾ സേവിയുടെ മുഖത്തെ ടെൻഷൻ വ്യക്തമായി കണ്ടു ഇഷാനി. താൻ കണക്കൂട്ടിയതുപോലെയല്ല സേവിച്ചിരുന്നവൾക്ക് ബോധ്യമായി. അയാളുടെ സ്ഥാനത്ത് ഭദ്രനായിരുന്നെങ്കിൽ തുള്ളിച്ചാടുമായിരുന്നു ഈ സമയമെന്ന് ഓർത്തുപോയവൾ. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ദാക്കി ഫുഡ് താഴെ വന്നിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ഓർഡർ എടുത്താൽ മതി, റൂമിൽ കൊണ്ടുവരും. റൂം തുറന്ന് ബാഗ് എടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു റൂം പോയി. ഓക്കെ, വിളിക്കാം. ഫുഡ് വേണ്ടി വരും, ഒന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം. കീ വാങ്ങിക്കൊണ്ട് പറഞ്ഞ സേവി ബോയ് പുറത്തേക്ക് പോയി. ഈശാനി അകത്തേക്ക് കയറി. വലിയ റൂമായിരുന്നു അത്. സോഫയും ടീപ്പോയി ഒരു മൂലയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഡൈനിങ് ഏരിയയും ഉണ്ട്. അത് രണ്ടുപേർക്ക് ഇരിക്കാനുള്ളത്. ഒത്ത നടുക്കായി ഫാമിലി കോട്ട് ബെഡ്. കർട്ടൻ ഇട്ട് മറച്ച ഗ്ലാസ് ഡോർ തുറന്നപ്പോൾ നഗരക്കാഴ്ചയിലേക്ക് തുറക്കുന്ന ബാൽക്കണി ആയിരുന്നു. ചുവരിൽ ഒരു ഭാഗത്ത് ഷെൽഫ്, മറുഭാഗത്ത് ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും. ബാഗ് എടുത്ത് മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് ഇഷാനി കയറുമ്പോൾ സേവി വേഗം അവൾക്ക് മുമ്പിൽ നിന്നു. അതെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. വല്ല ഒളി ക്യാമറയും വെച്ചിട്ടുണ്ടെങ്കിൽ പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടും. പറഞ്ഞുകൊണ്ട് ഡോർ തുറന്നവനകത്തേക്ക് പോയി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് തിരികെ വന്നു. പേടിക്കാനില്ല, തനിക്ക് കഴിക്കാനെന്താ ഓർഡർ ചെയ്യുന്നുണ്ട്? എനിക്ക് നല്ല വിശപ്പുണ്ട്. തൻ്റെ വയറിൽ തൊട്ടുകൊണ്ട് പറഞ്ഞവൻ. എന്തായാലും മതി സർ, ഒരു ചായ വേണം. ചെറുതായി തലവേദനിക്കുന്നുണ്ട്, ചായ കുടിച്ചാൽ മാറും. മെഡിസിൻ എന്തെങ്കിലും വേണോ? വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചവൻ. വേണ്ട, ചായ മതി. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വാതിലടച്ചു. ആവശ്യമായ സാധനങ്ങൾ ഓർഡർ ചെയ്ത് സേവി. ഇഷാനി ഫ്രഷായി വരുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കായിരുന്നവൻ. ഇഷാനി മുടി ടവൽ കെട്ടിവെച്ച് ബാഗിൽ നിന്നും ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. അമ്മയെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. ആദ്യമായി മാറി നിൽക്കുന്നതിന്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. അവൾ ഫോൺ വിളിക്കുന്ന നോക്കി വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് കളഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് വന്നു. വാഷ്റൂമിലേക്ക് പോയവൻ. നേരത്തെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന മണമല്ല ഇപ്പോൾ വാഷ്റൂമിൽ. ഇഷാനി അടുത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന സോപ്പിന്റെയോ എണ്ണയുടെയോ ഒക്കെ കൂടിക്കുഴഞ്ഞൊരു ഗന്ധം. ആദ്യമായിട്ട് അങ്ങനെ ഒരു അനുഭവം. കണ്ണുകൾ അടച്ചൊരു നിമിഷം നിന്നവൻ. അവൻ വാഷ്റൂമിൽ നിന്ന് വരുമ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നിരുന്നു. സർ, കഴിക്കാല്ലേ? അവൻ നോക്കി ചോദിച്ചവൾ. ഒന്ന് മൂളിക്കൊണ്ട് അവൻ ചെയറിലിരുന്നു. ബിരിയാണിയായിരുന്നു അവൻ ഓർഡർ ചെയ്ത്. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ വേഗം കഴിച്ചു ഇരുവരും. മുഴുവൻ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല അവൾക്ക്. കുറച്ച് ബാക്കി വെച്ചു. വയറ് പെട്ടെന്ന് നിറഞ്ഞ പോലെ. ചായ കൂടി കുടിച്ചപ്പോൾ ഒരു ഉന്മേഷം തോന്നി അവൾക്ക്. ഇനി എന്തെങ്കിലും വേണോ ചോദിച്ചവൻ. വേണ്ട, ഇത് തന്നെ കൂടുതലാ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റവൾ. പ്ലേറ്റുകളെല്ലാം എടുക്കാൻ തുടങ്ങി അവളെ തടഞ്ഞവൻ. അതൊക്കെ അവർ കൊണ്ടുപോയിക്കോളും, താൻ പോയി കൈ കഴുകിട്ടോ. മടിയോടെ അതവിടെ വെച്ചവൾ. അവൾ കൈ കഴുകി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി കൈ കഴുകി വന്നു. ലാപ്ടോപ്പ് എടുത്ത് സോഫയിലിരുന്നവൻ. ഒന്നും ചെയ്യാനില്ലെങ്കിലും കുറച്ച് സമയം അങ്ങനെ ഇരുന്നവൻ. മുറിയിൽ ഒരു നിശബ്ദ തളം കെട്ടി നിന്നു. ഇഷാനി ബെഡിന്റെ വക്കിലിരിക്കുകയാണ്. കൈകളിൽ ഫോണുണ്ടെങ്കിലും അവൾ സ്ക്രീൻ നോക്കുന്നില്ല. കണ്ണും മനസ്സും മുഴുവൻ സേവിയിലാണ്. സേവി ലാപ്ടോപ്പ് അടച്ച് ഒരു ദീർഘനിശ്വാസം വിട്ട് ജനാലക്കരിയിലേക്ക് നടന്നു. ഇഷാനി, നാളെ മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് വേറെ റൂം മാറ്റാം. ഇന്നത്തേക്ക് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അവന്റെ ശബ്ദത്തിൽ ഔപചാരികതയും ദൂരം പാലിക്കാനുള്ള ശ്രമവും മനസ്സിലായി അവൾക്ക്. ഇഷാനി മന്ദമായി എഴുന്നേറ്റു. സർ, ഞാൻ നിങ്ങളെ അവോയ്ഡ് ചെയ്തില്ലല്ലോ, നിങ്ങൾ തന്നെയാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. സേവി തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, പക്ഷെ കരയുന്നില്ല. ഉറച്ചതും സത്യസന്ധവുമായൊരു നോക്ക്. എല്ലാവർക്കും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിതം വേണമെന്ന് ഇപ്പം ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ. ഒരു നിമിഷം നിശബ്ദം. സേവി പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇഷാനി, നിനക്ക് നല്ലൊരു ജീവിതം വേണം. എൻ്റെ പേരിൽ നിന്റെ ജീവിതം കളയരുത്. വാശിക്ക് എടുത്ത് ഞാനാണുള്ള ജീവിതം. എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഇഷാനി ഒരു ചെറിയ ചിരിയിരിച്ചു. എൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് സർ. എനിക്കറിയാവുന്ന സേവിച്ച നല്ലവനാ, അതെനിക്ക് ബോധ്യമായി ഇതിനോടകം. അവൾ തിരിഞ്ഞ് ജനാലിലേക്ക് നടന്നു. കണ്ണുനീർ തുടച്ചില്ല. അവൾക്ക് ലജ്ജയില്ല, ഭയമില്ല. അവളുടെ പ്രണയം ഒരു അപേക്ഷയല്ല, ഒരു തീരുമാനമാണ്. സേവി അവളെ നോക്കി നിന്നു. ആ നിമിഷം അവൻ തിരിച്ചറിഞ്ഞത് അവൾ അവഗണിക്കാൻ തനിക്ക് കഴിയില്ലെന്നവന് മനസ്സിലായി. ഇഷാനി ഷാളിൽ ചുറ്റിപ്പിടിച്ച് നിന്നു. യാത്ര തുടങ്ങിയ അതേ പെൺകുട്ടിയല്ല അവൾ ഇപ്പോൾ. മുഖത്തൊരു സമാധാനം. ഇഷാനി, സേവിയുടെ ശബ്ദം നേർത്തു.
എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല. നിനക്ക് നിനക്ക് ഞാനൊരു ബാധ്യതയാ. ആൾ തിരിഞ്ഞവനെ നോക്കി. ഒരു ചെറുകാറ്റ് വീശി ഇഷാനിയുടെ മുടിയിൽ ചുറ്റിയ ടവൽ അഴിഞ്ഞു വീണു. നനഞ്ഞ മുടി അവളുടെ പാതിമുഖത്തെ മറച്ചു പിടിച്ചു. സേവി സ്വാഭാവികമായി കൈനീട്ടിയത് മാറ്റി. അതൊരു വലിയ സ്പർശമല്ല, പക്ഷെ അതിൽ അനാവൃതമായ സ്നേഹമുണ്ടായിരുന്നു. ഇഷാനി അന്നേരം കണ്ണുകൾ താഴ്ത്തിയില്ല. ആളോ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടം തന്റെ ഹൃദയത്തെ കോർത്തു വലിക്കുന്ന പോലെ തോന്നിയവന്. ആളൊന്നും പറഞ്ഞില്ല. അവനവളുടെ കൈ പിടിച്ചു. ഉറച്ചു പിടിച്ചില്ല, പക്ഷെ വിടാൻ മനസ്സിലാത്ത പോലെ. അവൾ കൈ പിൻവലിച്ചില്ല, മറിച്ച് വിരലുകൾ അല്പം കൂടി ചേർന്നു. ഇഷാനി, ഇന്നുവരെ എനിക്ക് ആരോടും തോന്നാത്തൊരു വികാരം എന്നെ പൊതിയുന്നുണ്ട്. എനിക്കറിയില്ല. അവന്റെ ആർദ്രമായ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു. എനിക്കറിയാം, സേവിച്ചൻ ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നവൾ ആ കണ്ണുകളിൽ നോക്കി തന്റെ വലത് കൈ അവന്റെ ഇടനെഞ്ചിൽ ചേർത്ത് വെച്ചപ്പോൾ ആ ഹൃദയമിടിപ്പ് തന്റെ വിരലുകളിൽ അറിഞ്ഞവൾ. ഇനി എനിക്ക് നിങ്ങളിൽ നിന്നൊരു മടങ്ങിപ്പോക്കില്ലേ ചായ? അതുവരെ അടക്കി പിടിച്ചിരുന്ന മിഴിനീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി അവളുടെ കവിളിണകളെ ചുംബിച്ചുകൊണ്ട് കൈയും കാലും വിലങ്ങിട്ട പോലെ നിന്നവൻ ഒരു നിമിഷം. അടുത്ത നിമിഷം തന്നോട് ചേർന്ന് നിൽക്കുന്നവളെ സാവധാനമായി പൊതിഞ്ഞു പിടിച്ചവൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.